അസ്സലാമു എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഓട്ടട ചൂടോട് കൂടിയിട്ട് മോനിക്ക് സ്കൂൾക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വേഗം ചൂടൊക്കെ ചുട്ടിട്ട് മോനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കൂടെ തന്നെ ഞാനും വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഓട്ടടയും അതുപോലെ ഗ്രീൻ പീസിൻ്റെ കറിയുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് നമ്മൾ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് വെക്കും. പിറ്റേന്നാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടൊക്കെ പാരുക കേട്ടോ. വറവിടലും കാര്യങ്ങളൊക്കെ പിറ്റേന്നായിരിക്കും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ചൂടോട് കൂടിയിട്ട് ചായയും കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ അവനെ മദ്രസ് കൊണ്ടുപോയാക്കണം കേട്ടോ. അങ്ങനെ മദ്രസ് കൊണ്ടുപോയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മുറ്റത്ത് നല്ലപോലെ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ മുറ്റത്ത് ഇട്ടിട്ട് അങ്ങോട്ട് ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി കാണാൻ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഉച്ചയ്ക്കും രാത്രിക്കുള്ളതാണ് കേട്ടോ. ഞാനിന്ന് എൻ്റെ വീട്ടിൽ വിരുന്ന് പോവാണ്. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിക്കുള്ളത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗത കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ രാത്രിക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നിന്നോളും റൈസ് കുക്കറിൽ വെക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിന് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു കറി മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗത തക്കാളി താളിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ തക്കാളി താളിപ്പാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മീനൊക്കെ ഞാൻ തലേന്ന് തന്നെ കട്ട് ചെയ്ത് നല്ലപോലെ ഫ്രഷ് ആക്കിയിട്ട് മസാലയൊക്കെ കൂട്ടിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിന്ന് സത്യം പറഞ്ഞാൽ നല്ല എളുപ്പമാവും കേട്ടോ. ഞാൻ അധികം തലേന്ന് എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ചെയ്ത് നോക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിറ്റേന്നേക്ക് കുക്കിംഗ് ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുക. പിന്നെയുള്ള ടൈം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. കാരണം കുറേ ടൈം ഫ്രീ കിട്ടുമ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും. നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി കേകിയതിന് ശേഷം ഓരോന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് തക്കാളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളി താളിപ്പിലേക്കുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ നേരത്തെ കൂട്ടി വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ. ഞാനൊരു റൂം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തങ്ങാണ്ട് അങ്ങോട്ട് വെച്ചതാണ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ബാക്കിയുള്ളതും കൂടി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നനച്ചുള്ളിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇല്ല കേട്ടോ. കാരണം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ ഉൾപ്പെടുത്താത്തത്. അങ്ങനെ മീൻ ഓരോ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മറിച്ചിട്ടിട്ട് അങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണി കഴിഞ്ഞ് പിന്നെ ചോറ് വെക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിക്കാനുള്ള ഫുഡിനേക്കുള്ള മീൻ പൊരിച്ച് മാത്രമാണ് ഫ്രൈ ചെയ്തെങ്ങാണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി താളിപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചീൻചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതവിടെ നിന്ന് ഒന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും ചോറിനുള്ള അരി എടുത്തിട്ട് നല്ലപോലെ കേക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ റൈസ് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 തിളച്ചാൽ പിന്നെ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കിയിട്ട് അത് അവിടുന്ന് ചോറും പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. അപ്പോഴേക്കും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി നല്ലപോലെ വഴറ്റി വന്നപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും കൂടി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തക്കാളി താളിപ്പ്. ഞങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് ആവട്ടെ. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം കറണ്ട് പോയിട്ടോ. കറണ്ട് പോയതിന് ശേഷം ഞാൻ വേഗം ഗ്യാസിലേക്ക് വെച്ചതായിരുന്നേ. അവിടുന്ന് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 20 മിനിറ്റോളം അതൊന്ന് കുക്കാവുമ്പോഴേക്കും നമ്മൾ ചോറും റെഡിയാവും കേട്ടോ. തക്കാളി താളിപ്പ് റെഡിയായപ്പോൾ ഞാനിതാ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ള പാത്രം മെനക്കെടുക്കേണ്ടല്ലോ. അങ്ങനെ ഉച്ചയത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൂനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്കലവാടിക്ക് വന്നതാണ്. വൈകുന്നേരമൊക്കെ ഞാൻ അവളെ കൊണ്ടുപോയാക്കൽ വണ്ടിമേലാണ് കേട്ടോ. അങ്ങനെ പാടത്ത് കൂടെ വരണം. ഇവിടെ പാടത്തിൻ്റെ അപ്പുറത്ത് റോഡാണ് കേട്ടോ. ഇവിടെ കാണാൻ നല്ല വൈബുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവളെയൊക്കെ കൂട്ടിയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വൈക്കിൽ തന്നെ മോനും കൂടി കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കൂട്ടിയിട്ട് നേരെ വീട്ടിൽ പോകുന്ന വൈക്കിൽ ഉപ്പാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പാനെ വക ചായ ആയിരുന്നു കേട്ടോ. ചട്ടിപ്പത്തിരി ആയിട്ടും പഴംപൊരി
പിന്നെ കട്ട്ലേറ്റും പഴം നിറച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ കുടിച്ചിട്ടൊക്കെ നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ പൊരിച്ചതും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നല്ല പോലെ മഞ്ഞുണ്ട് കേട്ടോ, നല്ല തണുപ്പുമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് നോക്കിയപ്പോൾ പുട്ടാണ് കേട്ടോ. കുറേ ആയി പുട്ടൊക്കെ കഴിച്ചിട്ട്, അങ്ങനെ പുട്ടൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അതിനിടയിൽ അമ്മ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കൂട്ടി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുടിച്ച് കഴിഞ്ഞ് കിച്ചൺ മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ഉമ്മ വാഷിംഗ് മെഷീൻ ഉണ്ടായാലും അലക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കുഞ്ഞൊരു കിണറുണ്ട് കേട്ടോ, അവിടേക്കാണ് കേട്ടോ വരാറുള്ളത്. അപ്പോൾ നമ്മൾ അതും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടുന്ന് വെറുതെ വെള്ളം കോരി അവിടെ പോയി തിരുമ്പി ഉണ്ടാക്കണം കേട്ടോ. ഇത് എല്ലാവരും കൂടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെയുള്ള കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. ഇവിടെ നല്ല പാടും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ പോകുന്ന നേരെ മുക്കത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മുക്കത്ത് 1 kg ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പിൽ വെറുതെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ലൈബ്രറിയിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.